ഈ സൈഡിലുള്ളതൊക്കെ വിരിഞ്ഞു വരുന്നതന്നെ ഉള്ളൂ. അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇതിന്ന് എടുക്കുമ്പോൾ ഈ മുട്ട കേടുവരില്ലേ? എങ്ങനെ? ആ മുട്ട വിരിയില്ല. അതായത് ഈ മുട്ടയോടുകൂടി നമ്മൾ ഫിഷിന് ഇട്ട് കൊടുക്കാണല്ലോ. അപ്പൊ അതിന്റെ ഇതിൽ മാത്രമല്ല, ഇവിടെ എല്ലാ മുട്ടയും ഉണ്ടാവും. അതൊക്കെ വിരിഞ്ഞു അതൊക്കെ കഴിക്കും. നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേ നമ്മൾ അലങ്കാര മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ അലങ്കാര മത്സ്യങ്ങൾക്ക് ലൈവ് ഫീഡ് കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമാണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ തന്നെ വീഡിയോകളുണ്ട്, പല കർഷകരും ഇത് ഒരുപാട് കാലമായിട്ട് ചെയ്തു പോരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഫിഷിനെ ക്വാളിറ്റിയോട് കൂടി മെയിൻറ്റെയിൻ ചെയ്യാനേ ഒരുപാട് ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ ലൈവ് ഫീഡ് കൊടുക്കുക എന്നുള്ളത്. അതിൽ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഗ്രിൻഡൽ വേമിൻ്റെ കൾച്ചർ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രസാദേട്ടനാണ്, അതായത് പാലക്കാട് പിരായിരിയിലുള്ള പ്രസാദേട്ടനാണ് നമുക്കത് കാണിച്ചു തരുന്നത്. നമുക്ക് ഗ്രിൻഡൽ വേം കൾച്ചർ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇത് ഫിഷിന് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി നമ്മുടെ കൂടെ ഉണ്ടാവുക. നിങ്ങൾ നമ്മുടെ ഈ വീഡിയോയിലേക്ക് നമുക്ക് വേഗം പോവാം. എന്നിട്ട് കൃഷ്ണ പ്രസാദേട്ടനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പ്രസാദേട്ടാ, അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ചെയ്യുന്നത് ഗ്രിൻഡൽ വേം എങ്ങനെയാണ് കൾച്ചർ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഗ്രിൻഡൽ വേം കൊണ്ടേ ഇത് എല്ലാ ഫിഷിനും നമുക്ക് എല്ലാ ഓർണമെന്റൽ ഫിഷിനും ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ? എന്താണ് ഇതിൻ്റെ ഒരു കാര്യം? എന്താണ്? എല്ലാ ഓർണമെന്റൽ ഫിഷിനും യൂസ് ചെയ്യാൻ പറ്റും. കൂടുതൽ ഗപ്പി, ഫൈറ്റർ, ഏഞ്ചൽ അവർക്കായിരിക്കും അത് പക്ക. എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഇത് വളരെ കുറച്ച് കിട്ടുന്ന കാരണം കൊണ്ട് ഗപ്പി ഒരു 100 തിന്നുന്നത് കുറച്ച് വലിയ ഫിഷുകളാണ് പറഞ്ഞാൽ അവർ അത് ഫുള്ളായി തിന്നും. അതിൻ്റെ ഒരു ഫുള്ളായിട്ട് കഴിക്കും. ഇത് ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി, അതായത് ഇപ്പോൾ നമ്മൾ മൊയിന് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആർട്ടിമിയൊക്കെ കൊടുക്കുന്നുണ്ട്. ആർട്ടിമിയൊക്കെ എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ പ്രോട്ടീൻ കണ്ടൻറ്റും എല്ലാ കാര്യങ്ങളും പക്കയാണ്. ഇതുവരെ നമുക്ക് ഫിഷിന് കൊടുക്കുക, അതിൻ്റെ ഒരു ക്വാളിറ്റി ഫിഷിന് കാണാറുണ്ട്. ഗ്രിൻഡൽ വേമിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? ശരിക്കും ഗ്രിൻഡൽ വേം കൊടുക്കുന്നത് കൊണ്ട് ഫിഷിനുണ്ടാവുന്നൊരു മേന്മ എന്താണ്? നമ്മൾ ഏതാണെങ്കിലും ലൈവ് ഫുഡ് കൊടുക്കുന്നത് പോലെ വരില്ല പെല്ലറ്റ് ഫുഡ് ഏത് കൊടുത്താലും എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിരിക്കുന്നത്. 6-7 വർഷത്തിൻ്റെ പരിചയത്തിൽ പറയാന്ന് പറഞ്ഞാൽ പെല്ലറ്റ് ഫുഡ് ഏത് കൊടുത്തു പറഞ്ഞാലും ലൈവ് ഫുഡിൻ്റെ അത്ര വരില്ല. ഈ ഗ്രിൻഡൽ വേം കൊടുക്കുമ്പോൾ ഇപ്പം ഞാൻ ചോദിച്ചാൽ അവർക്ക് ഇപ്പം നമ്മളെ വൈറ്റ് സ്ട്രെയിൻസിനൊക്കെ റെഡ് കയറി വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കേൾക്കാറുണ്ട്. അപ്പോൾ പല ആളുകളും പറയാറുണ്ട് ഈ ഗ്രിൻഡൽ വേം വൈറ്റിന് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എന്താ പ്രസാദേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ്? അങ്ങനെ ഒരിതില്ല. അതായത് നമ്മളുടെ ഒരു വൈറ്റ് എക്സ്ട്രോനെ റെഡ് കയറി വരുന്നു എന്നുള്ളത് അത് ആ ക്വാളിറ്റിനെ ബേസ് ചെയ്തിട്ടും ഉണ്ടാവും, നമ്മൾ ഇടുന്ന വെള്ളത്തിൻ്റെ ബേസ് ചെയ്തിട്ടും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഇവിടെ തന്നെ റെഡ് കയറുന്നതിനെ പിടിച്ചിട്ട് വെയിൽ കൊള്ളാത്ത അവിടെ വെച്ച് പറഞ്ഞാൽ ആ റെഡ് കയറാണ്ടാവും. ഇനി നമ്മളിപ്പോൾ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ അത് പുറത്തെടുത്തിട്ട് ആൽഗി വാട്ടറിൽ അങ്ങനെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കമ്മിയാകലുണ്ട്. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഇത് എന്തായാലും ഫിഷിനെ സംബന്ധിച്ച് ഗ്രിൻഡൽ വേം എന്നുള്ളത് വലിയൊരു ഘടകം തന്നെയാണ് അല്ലേ? തീർച്ചയായും. പ്രസാദേട്ടന് എത്ര കാലമായി ഗ്രിൻഡൽ വേം ഇവിടുത്തെ ഫിഷുകൾക്ക്? ഗ്രിൻഡൽ വേം നമ്മളൊരു 3 കൊല്ലം 4 കൊല്ലമായി ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ട്. 3 കൊല്ലം ഗ്രിൻഡൽ വേം 3 കൊല്ലമായി. ഇതിന്റെ കൾച്ചർ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ടോ? കൾച്ചർ സെയിൽ ചെയ്യുന്നുണ്ട്. അതല്ലേ, അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ടോ? കസ്റ്റമേഴ്സ് ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഗ്രിൻഡൽ വേം കൾച്ചർ ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? എന്തൊക്കെ ഘടകങ്ങളാണ് പ്രധാനം? നമുക്ക് ചകിരിച്ചോറ് വേണം, ഓട്സ് വേണം, അതിന്റെ കുറച്ച് കൾച്ചറും വേണം. ഓട്സ് ആണ് പ്രധാനമായിട്ട്. പിന്നെ പെഡിഗ്രിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്ക് റിസൾട്ട് തോന്നിയിരിക്കുന്നത് ഓട്സിലാണ് അല്ലേ? അതെ. ഓക്കെ, നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. തീർച്ചയായും. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്യാൻ പോണത്? ആദ്യം നമുക്ക് ചകിരിച്ചോറൊന്ന് കഴുകിയെടുക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ. ആദ്യം ചകിരിച്ചോറാണോ? ഇത് ചകിരിച്ചോറാണ്. ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് നല്ലോണം കഴുകുക അല്ലേ? നല്ലോണം കഴുകുക. അപ്പോൾ ഇത് നനഞ്ഞിട്ട് കിടക്കണം എന്നർത്ഥം അല്ലേ? അതെ. ഇത് നിങ്ങൾ ഇതിനായിട്ട് ചകിരിച്ചോറ് ഇറക്കി വെച്ചതാണ്. കളേഴ്സ് ഫാമിലേ മുന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഫിഷിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ ലൈഫ് സമയത്ത്. അപ്പൊ ശരിക്കും ഈ ആ ഫിഷിന്റെ ഒരു ക്വാളിറ്റി വരാൻ പ്രധാന ഘടകം നമ്മുടെ ഈ വേംസ് എന്നല്ല, മാക്സിമം ലൈഫ് ഫുഡാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു നേരം നമ്മൾ ഫോർസൻ ആർട്ടിമ കൊടുക്കുന്നുണ്ട്. ഫോർസൻ ആർട്ടിമ ഒരു നേരം മസ്റ്റായിട്ട് കൊടുക്കണം. അതായത് പെട്ടെന്ന് സൈസ് വരണം പറഞ്ഞാൽ ഫോർസൻ ആർട്ടിമ കൊടുക്കണം എന്നാണ്
എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മളത് ഇനി എന്താണ് ചെയ്യുന്നത്? ചരിച്ചോറ് ഫുള്ളായി എടുത്തിട്ട് ഒരുപാട് വെള്ളം വേണ്ട, അതൊന്ന് പിഴിഞ്ഞിട്ട് ഒരു നനവ് മാത്രം മതി. ഇതിലാണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. ഇതിലാണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. ഒരുപാട് ചോട്ടിലേക്ക് ആകാനും പറ്റില്ല. അത്യാവശ്യം ഒരു 1 ഇഞ്ച് കനത്തിൽ തിക്നെസ് വേണം. 1 ഇഞ്ച് കനത്തിൽ തിക്നെസ് വേണ്ടത്. ഇനി നമുക്ക് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇതിൽ നമ്മൾ അതിന്റെ കൾച്ചർ ഇടാൻ പോവാണ്. ആദ്യം ഒന്ന് വെള്ളം പോലെ, ഒരുപാട് വെള്ളം ആകാൻ പാടില്ല, ഒന്ന് പിഴിഞ്ഞിട്ട് കുതിർത്തെടുക്കാം. അതിൽ നമ്മളെ കുറച്ച് കൾച്ചർ നിങ്ങൾ ഓൾറെഡി കൾച്ചർ ചെയ്ത് വെച്ചത് നമ്മളെ കൾച്ചർ ചെയ്ത് വെച്ചതാണ്. ഒരു ബോക്സിൽ നിന്ന് നമുക്ക് ഇത്രയും കിട്ടും. നമ്മളൊരു ഇവിടെ ചെയ്യുന്നത് ഒരു 8 ബോക്സ് 10 ബോക്സ് ആ ഒരു ഇതിൽ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇത്രയും ഫിഷുകൾക്ക് ഒരു എല്ലാത്തിന്റെയും ബ്രൂഡിനാണെങ്കിലും കുട്ടികൾക്കാണ് പറഞ്ഞാലും ഒരു നേരം കൊടുക്കാൻ ധാരാളമായിട്ട് നമുക്ക് ഒരു ബോക്സിലല്ല, ഈ എല്ലാ ബോക്സും കൂടി എടുത്തു പറഞ്ഞാൽ നമുക്ക് തികയും. ഇതിപ്പോ എങ്ങനെ നമ്മൾ ഇതിലേക്ക് മാറ്റുന്നത്? എങ്ങനെ രീതി? ഇത് നമ്മളെ കൾച്ചർ ഇടാനോ അതില് ഇങ്ങനെ ഈ കവറിലേക്ക് അല്ല അപ്പുറത്തെ സൈഡൊന്ന് കാണിക്കും. ഇതിങ്ങനെ ഈ കവറിൽ പറ്റി പിടിച്ചു. ഇതിപ്പോ നമ്മൾ എങ്ങനെ എന്താ ചെയ്യാൻ പോണെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണോ? വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കല്ല, അതിലേക്ക് കൾച്ചർ ഇടാണ്. ഇതിലേക്ക് ചാടുന്നുണ്ടല്ലേ? ഓക്കെ, ഒന്ന് കൈവിടുക. കൾച്ചർ ഭയങ്കര ആക്റ്റീവായിട്ടാണ് ഇങ്ങനെയുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഇതിലിട്ടു, ഇത്രയും കൾച്ചർ മതി അല്ലേ? ഇത്രയും കൾച്ചർ മതി. ഒരു 4 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്കിതൊന്ന് ഫുള്ളായിട്ട് ഇപ്പം ഞാൻ ഈ എടുത്തതുപോലെ ഒരു ദിവസം ഒരു നേരം ഉറപ്പായിട്ടും അതിന് കിട്ടും. ഇനിയിപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടത്? ഇനി അതിൽ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കണം. ഓട്സ് ആണോ ഇവരുടെ? അതെ, ഓട്സ് ആണ്. കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കാം. ഇത്ര മതി അല്ലേ? ഇപ്പം ഇത്രയും മതി. 4 ദിവസം കഴിയുമ്പോഴേക്കും ഇത് ഫുള്ളായിട്ട് ആയിട്ടുണ്ടാവും. അതുവരെ നമ്മൾ വേറെ ഫുഡൊന്നും കൊടുക്കണ്ട. നമ്മൾ ദിവസം വൈകിട്ട് നോക്കാം ഓട്സ് കഴിഞ്ഞിട്ടുണ്ടോയെന്ന്. കഴിഞ്ഞിട്ട് പറഞ്ഞാൽ കുറച്ച് എടുക്കാം. ഓട്സ് അങ്ങനെ ഇട്ട് പറഞ്ഞാലും കേടുവരും. അപ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓട്സിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. 4 ദിവസം കഴിഞ്ഞ് ഈ ഓട്സ് വരെ തീറ്റ കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ഓട്സ് ഇട്ട് കൊടുക്കണം. 4 ദിവസം കഴിഞ്ഞിട്ടല്ലോ, ഇത് ദിവസം നോക്കണം. വൈകുന്നേരം ആവുന്ന സമയത്ത് 24 മണിക്കൂർ കഴിഞ്ഞ് പറഞ്ഞാൽ നോക്കാം അത് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ നമ്മൾ വീണ്ടും അതിന് ഫീഡ് ചെയ്യണം. അല്ലേ? ഇതേപോലെ ഓട്സ് ഇട്ട് കൊടുക്കുക, കുറച്ച് നനച്ചു കൊടുക്കുക. അപ്പൊ ഈ കവർ വെക്കണ്ടേ? ഇനി കവർ വെക്കുന്നത് നമ്മളിത് കൾച്ചർ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ കവർ വെക്കേണ്ടത്. അതുവരെ ഇത് ഇങ്ങനെ അങ്ങനെ അടച്ചു വെച്ചാൽ മതി. അത് അടച്ചു വെക്കുന്ന സമയത്ത് മറ്റേ ഇതില് ഹോളിടാം. ഇതിന്റെ മൂടയിൽ ഒരു എയർ ടൈറ്റ് ഉള്ള ഡപ്പായിരിക്കണം. അതിൽ ഹോളിട്ടിട്ട് വേറെ ഒരു പ്രാണികളും ഉള്ളിൽ കയറാത്ത പോലെ തുണി വെച്ചിട്ട് പശ വെച്ച് ഒട്ടിച്ചതാണ്. തുണി പശ വെച്ച് ഒട്ടിച്ചു. അപ്പൊ അതിലേക്ക് എയർ കിടക്കും. വേറെ ഒരു പ്രാണികളുടെ ഉള്ളിൽ എറുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് കയറും. ഇങ്ങനെ ഒരു 4 തുള ഇട്ടിട്ട് നേരെ ഇത് അടച്ചു വെക്കും. അതെ. ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാലേ എത്ര ദിവസം? എല്ലാ ദിവസവും തുറന്നു നോക്കണം. എല്ലാ ദിവസവും തുറന്നു കൊടുക്കണം. അതിന്റെ ഓട്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫീഡ് ചെയ്യാം. ഫീഡ് ഒരുപാടായി പറഞ്ഞാൽ ഫീഡ് ഫംഗൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഗ്രൈൻഡൽ വർംസ് നശിക്കാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ ആൾക്കാരുടെ നശിക്കാനുള്ള ചാൻസ് അതായിരിക്കും. അവരൊന്നില്ല അത് നോക്കില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഫീഡ് ചെയ്യുന്നത് കൂടുതലായിട്ട് പോകും. ഫംഗസ് വരും. ഓട്സ് പെട്ടെന്ന് ഫംഗൽ വരും. അത് കാരണം കൊണ്ട് തന്നെ അത് പെട്ടെന്ന് നശിച്ചു പോകുകയും ചെയ്യും. ഇത് പിന്നെ നമ്മൾ വേറെ നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഫുഡ് ഇട്ട് കൊടുത്താൽ ഒരു നനയ്ക്കലല്ല, ഒരു നനയ്ക്കൽ മാത്രം നനച്ചാൽ മതി. വേറെ നനയ്ക്കലിന്റെ ആവശ്യമില്ല. ഇത് നമ്മൾ 1 ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ സമയത്ത് അടിയിൽ കുറച്ചിങ്ങനെ വെള്ളം പോലെ നിൽക്കും. അപ്പോഴേക്കും കൾച്ചറും കൂടുതലായിട്ടുണ്ടാവും. 1 മാസം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വേറെ നമ്മൾ അപ്പോഴേക്കും കൾച്ചർ ചെയ്യണം.
കൾച്ചർ ചെയ്യണം. ഒരു മാസം എല്ലാ ദിവസവും ഈ കവറിൽ പറ്റി പിടിച്ചതിനെ എടുത്തിട്ട് നമുക്ക് കൊടുക്കാം. അത് എങ്ങനെയാണ് നമ്മൾ വേർതിരിച്ചെടുക്കുന്ന രീതി എങ്ങനെയാണ്? നമ്മള് കൾച്ചർ ചെയ്ത് വെച്ച ബോക്സ് ആണിത്. ഇത് വെച്ചിട്ട് ഏകദേശം ഒരു 6ാമത്തെ ദിവസമാണിത്. ഇന്ന് മുതൽ ഇത് കൾച്ചർ നമുക്ക് എടുക്കാൻ പറ്റും. അല്ല, 4 ദിവസം കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റില്ല. 4 ദിവസം മുതൽ കഴിഞ്ഞു പറഞ്ഞാൽ എടുക്കാൻ പറ്റും. ഇന്ന് ഇത് 6ാമത്തെ ദിവസമാണെന്ന് തന്നെ ഉള്ളൂ, എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. 4 ദിവസം കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ എത്രത്തോളം ഒരു ബോക്സ് നമുക്ക് ഇത്രയും കൾച്ചർ കിട്ടും. ഇതിലെന്താ വേറൊന്ന് ചോദിച്ചു പറഞ്ഞാൽ ഈ കാണുന്നതൊക്കെ വരുന്ന മുട്ടകളാണ്. ഈ കട്ടയായിട്ട് കാണുന്നതൊക്കെ അവരുടെ മുട്ടകളാണ്. അപ്പൊ നമ്മൾ ഈ ദിവസം എടുക്കണം പറഞ്ഞാൽ അത്രത്തോളം അതൊന്ന് കമ്മിയായി. ഈ സൈഡിലുള്ളതൊക്കെ വിരിഞ്ഞു വരുന്നതന്നെ ഉള്ളൂ. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇതിന്ന് എടുക്കുമ്പോ ഈ മുട്ട കേടുവരില്ലേ? എങ്ങനെ? ആ മുട്ട വിരിയില്ല. അതായത് ഈ മുട്ടയോടുകൂടി നമ്മൾ ഫിഷിന് ഇട്ട് കൊടുക്കാണല്ലോ. അപ്പൊ അതിന്റെ ഇതിൽ മാത്രമല്ല, ഇവിടെ എല്ലാ മുട്ടയും ഉണ്ടാവും. അതൊക്കെ വിരിഞ്ഞു അതൊക്കെ കഴിക്കും. അപ്പം ബാക്കിയുള്ള മുട്ടകളൊക്കെ വിരിയും. നമ്മളത് നേരെ 1.5 അടവാണ് എടുക്കണത് എന്നുണ്ടെങ്കിൽ നമുക്കത് എത്ര വേണമെങ്കിലും എടുക്കാൻ പറ്റും. അത്രത്തോളം അതിലുണ്ട് കൾച്ചർ ഉണ്ടായിക്കൊണ്ട്. വേർതിരിച്ചെടുക്കുന്നത് നമ്മൾ കൾച്ചർ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാവിടെയും വേംസ് ആയി കഴിഞ്ഞു പറഞ്ഞാൽ ഒരു പേപ്പർ ഇട്ട് കൊടുക്കാം. ആ പേപ്പറിൽ കവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കവറിൽ ഇവരെല്ലാം പറ്റി പിടിച്ചിട്ടുണ്ടാവും. നല്ല അത് നമ്മൾ വെറുതെ ഒന്ന് വെള്ളത്തിലേക്ക് ആക്കാം. അങ്ങനെ മുക്കി വെക്കേണ്ട കാര്യമില്ല. പേപ്പർ നേരെ തിരിച്ച് നമ്മൾ പഴയ രീതിയിൽ തന്നെ അതിൽ വെക്കാം. 1 മണിക്കൂറിന്റെ ഉള്ളിൽ ഇതിൽ വീണ്ടും കയറിയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. എടുക്കുന്ന 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും വരും. ദിവസം എടുക്കാന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അത്രത്തോളം വേംസ് കമ്മിയാകുന്നുണ്ടോ. ഇതില് അത്യാവശ്യം വേംസ് ആയി അല്ലേ? അത്യാവശ്യം വേംസ് ആയി. ഇതാണ് നമ്മുടെ ഗ്രിൻഡൽ വേംസ്. ഓ, കൊള്ളാട്ടോ പ്രസാദ. ഇത് ഇപ്പൊ ഈ കാണുന്നത് എല്ലാ ഫിഷിനും കൊടുക്കാനുള്ളത് ഉണ്ടാവും അല്ലേ? എല്ലാ ഫിഷിനും കൊടുക്കാറ്. അതെ, ഡ്രോപ്പറിലാക്കിയിട്ടാണ് കൊടുക്കാറ്. പിന്നെ അതിന്റെ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ കൊടുക്കാൻ പറ്റും അല്ലേ? ഇതിപ്പോ നമ്മൾ ഒരെണ്ണത്തിൽ നിന്ന് എടുത്തതാണ്. അതെ, ഒറ്റ ബോക്സിൽ നിന്ന് എടുത്താണല്ലേ? ആ ബോക്സിൽ നിന്ന് മുഴുവൻ നമ്മൾ ഇപ്പോഴും എടുത്തിട്ടില്ലല്ലോ. ഫുള്ളായിട്ട് എടുത്തിട്ടുമില്ല. അപ്പൊ നമുക്കൊരു ഇത്രയും ബൾക്കായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 4 എണ്ണത്തിലേക്കൊക്കെ ചെയ്തു പറഞ്ഞാൽ ഏകദേശം ഒരു 3/4 ഗ്ലാസ് ഉണ്ടാവും. 4 എണ്ണത്തിനൊക്കെ അല്ലേ? ഒരു ദിവസം ഒരു 4 പാത്രത്തിനെടുത്ത് ഒരു 3/4 ഗ്ലാസ് വരെ വേംസ് കിട്ടും. പക്ഷെ നമ്മളതൊരു 12 എണ്ണത്തിലെങ്കിലും ആക്കി വെക്കണം. എന്നാൽ 12 പാത്രം വെച്ചാലേ നമുക്ക് 4 എണ്ണത്തിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരാൻ പറ്റും, കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഫസ്റ്റത്തെ ഒരു 4 എണ്ണത്തിന് എടുത്താല് ഒരു 3 ദിവസം കഴിയുമ്പോൾ അടുത്ത ഈ 4 എണ്ണത്തിലേക്ക് തിരിച്ചു വരാം അല്ലേ? ഓക്കെ, അപ്പൊ ഇത് നല്ലൊരു ഇത് തന്നെയാട്ടോ അല്ലേ? തീർച്ചയായും ഫിഷിന് കൊടുക്കാവുന്ന നല്ലൊരു ലൈവ് ഫുഡും കൂടിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ നമ്മളെ ഗ്രിൻഡൽ വേം കൾച്ചർ ചെയ്യുന്ന രീതി വളരെ സിമ്പിളാണ് കേട്ടോ അല്ലേ? കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതുമാത്രമല്ല, പ്രസാദ് ഏട്ടൻ്റെ ഈ ഇവിടെ ഫാമിൽ വന്നപ്പോഴേ അവിടുത്തെ മീനിനൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ്. കാരണം എന്ന് വെച്ചാൽ കൂടുതലായിട്ടും ലൈവ് ഫീഡാണ് ഉപയോഗിക്കുന്നത്. അതൊരു പ്രധാനം തന്നെയാണ്. ഈ ഒരു ഫാമിംഗ് മേഖലയിൽ നിൽക്കുന്നവരെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അലങ്കാര മത്സ്യങ്ങൾക്ക് ലൈവ് ഫീഡ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒട്ടും വൈകാതെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി ഉണ്ടാവുക.